Good morning, students. ഞാൻ ഹരികൃഷ്ണൻ അല്ലസർ പോളിടെക്നിക് തൊടുപുഴ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ലെക്ചറാണ്. ഇപ്പോൾ നമ്മൾ എ സി മെഷീൻസ് ലാബിലാണ് നിൽക്കുന്നത്. ഇവിടെ എ സി മെഷീൻസ് ലാബിൻ്റെ ഡെമോൺസ്ട്രേറ്റർ ശ്രീ ദാമോദരൻ സാറിനെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാണ് ഇവിടുത്തെ മെഷീൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്സ് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നത്. അപ്പോൾ ഈ എ സി മെഷീൻസ് ലാബിൻ്റെ നിങ്ങളെ ഒന്ന് ജനറലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ട എക്സ്പെരിമെൻറ്റ്സ് 3-phase ഇൻഡക്ഷൻ മോട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ ട്രാൻസ്ഫോമറിൻ്റെ എക്സ്പെരിമെൻറ്റ്സും നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങൾ കാണുന്നത് KCB സപ്ലൈ ആദ്യമായിട്ട് വരുന്ന മെയിൻ LT പാനലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ KCB സപ്ലൈ ഇവിടെ വരും. ഇവിടെ നിന്ന് ഇതിൻ്റെ അടുത്തുള്ള സബ് പാനലിലേക്ക് KCB സപ്ലൈ പോകും. ഇവിടെ സബ് പാനലിൽ വിവിധ കൺട്രോൾ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്. ഈ സർക്യൂട്ട് ബ്രേക്കേഴ്സിൽ നിന്നാണ് ഓരോ ബാച്ചിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കിംഗ് ടേബിളിലേക്കുള്ള സപ്ലൈ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിവിധ വർക്കിംഗ് മോട്ടോഴ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓരോ ബാച്ചായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കിംഗ് പാനൽ ബോർഡുകളുണ്ട്. അപ്പോൾ ഇവിടേക്കുള്ള സപ്ലൈ മെയിൻ സബ് പാനലിൽ നിന്നും സപ്ലൈ ഓണാക്കിയതിന് ശേഷമാണ് ഈ ബോർഡിൽ വരുള്ളൂ. അപ്പോൾ ഇവിടെ സപ്ലൈ ഓണാക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ പാനലിൽ സപ്ലൈ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഓരോ പാനൽ ബോർഡിലും AC സപ്ലൈയും DC സപ്ലൈയും അവൈലബിൾ ആക്കാനുള്ള സൗകര്യം ഈ ലാബിലുണ്ട്. അപ്പോൾ നമുക്ക് S5-ൻ്റെ ട്രിപ്പിളി ഇലക്ട്രിക്കൽ AC മെഷീൻസ് ലാബ് 1-ൽ നമുക്ക് ട്രാൻസ്ഫോമേഴ്സിനെ സംബന്ധിച്ചിടത്തുള്ള എക്സ്പെരിമെൻറ്റ്സ് ചെയ്തു തീർക്കാനുണ്ട്. അതേപോലെ തന്നെ 3-phase ഇൻഡക്ഷൻ മോട്ടറിൻ്റെ എക്സ്പെരിമെൻറ്റ്സും ചെയ്തു തീർക്കാനുണ്ട്. അപ്പം നമ്മൾ ആദ്യം ട്രാൻസ്ഫോമേഴ്സിൻ്റെ എക്സ്പെരിമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വിവിധ എക്യുപ്മെൻറ്റ്സിനെ നമ്മൾ ആദ്യം പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. പ്രൈമറി വൈൻഡിങ് L എന്നെഴുതിയിരിക്കുന്നത് ലൈൻ വോൾട്ടേജ്, ലൈൻ വയർ കൊടുക്കണം. N എന്നെഴുതിയിരിക്കുന്നതിൻ്റെ ന്യൂട്രൽ പോയിന്റ് കൊടുക്കണം. അവിടെ എഴുതിയിട്ടുണ്ട് പ്രൈമറി 220 വോൾട്ട് 50 ഹെർട്സ്. അതായത് നമ്മളുടെ സിംഗിൾ ഫേസ് AC സപ്ലൈ ആണ് അതിൻ്റെ ഇൻപുട്ടിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. സെക്കൻഡറി വൈൻഡിങ് ഇവിടെ നിങ്ങൾ 3 അഡീഷണൽ ടെർമിനൽസ് കാണുന്നുണ്ട്. അതായത് ഇതൊരു യൂണിറ്റി ട്രാൻസ്ഫോമറാണ്. നിങ്ങൾ 220 വോൾട്ട് ഇൻപുട്ടിൽ കൊടുത്താൽ നിങ്ങൾക്ക് 220 വേണമെങ്കിൽ ഫുൾ വൈൻഡിങ്, പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും നമ്പർ ഈക്വൽ ആക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ വോൾട്ടേജ് എടുക്കാം. അതല്ല 50% ഓഫ് ദ സെക്കൻഡറി വൈൻഡിങ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ 110 വോൾട്ട് എടുക്കാം. അതല്ല 83.3% അങ്ങനെ മതി എന്നുണ്ടെങ്കിൽ 83.3% ഔട്ട്പുട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ ട്രാൻസ്ഫോമർ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന വേറൊരു ഡിവൈസാണ് ഓട്ടോ ട്രാൻസ്ഫോമർ. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നതാണ് നിങ്ങളിപ്പോൾ പിക്ചറിൽ കാണുന്നത്. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്ഫോമർ തന്നെയാണ്, നിങ്ങൾക്കറിയാം. അതിലൊരു വൈൻഡിങ്ങേ ഉണ്ടാവുള്ളൂ. അത് ഉപയോഗിക്കുന്നത് സർക്യൂട്ടിലേക്ക് വേരിയിങ് വോൾട്ടേജ് കൊടുക്കേണ്ട ആവശ്യത്തിനാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് നമ്മളുടെ ഇൻപുട്ട് AC സപ്ലൈ കൊടുക്കും. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മളുടെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിൽ ഒരു റൊട്ടേറ്റിംഗ് ആം ഉണ്ട് അതിൻ്റെ മേളിൽ. അത് എപ്പോഴും അതിൻ്റെ 0 പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 വോൾട്ടായിരിക്കും. അപ്പോൾ കണക്ഷൻ എല്ലാം കൊടുത്ത് വയറിംഗ് എല്ലാം ട്രേസ് ചെയ്ത് എല്ലാ വയറിങ്ങും ഓക്കെ ആണ് എന്ന് ബോധ്യപ്പെടുത്തി അതിന് ശേഷം മാത്രമേ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുള്ളൂ. സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ റൊട്ടേറ്റിംഗ് ആം 0 പൊസിഷനിലായിരിക്കണം. അതിനുശേഷം നിങ്ങൾ റൊട്ടേറ്റിംഗ് ആം തിരിച്ച് നിങ്ങൾക്ക് കൊടുക്കേണ്ട പ്രൈമറി റേറ്റിംഗ് വോൾട്ടേജ് എത്രയാണോ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിൽ നിങ്ങൾക്ക് വേരിയിങ് വോൾട്ടേജ്
0 മുതൽ 270 വോൾട്ട് വരെയാണ് അതിൻ്റെ റേഞ്ച്. 0 to 270 വോൾട്ട് വോൾട്ടേജ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ട്രാൻസ്ഫോമർ ലോഡ് ചെയ്യുന്ന സമയത്ത് ലോഡ് കറണ്ട് വേരി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പ്രൈമറിയിലെ വോൾട്ടേജ് കുറയും. പ്രൈമറിയിലെ വോൾട്ടേജ് കുറഞ്ഞാൽ അത് 220യിലേക്കോ 230യിലേക്കോ നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂവിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടുത്തെ വൈൻഡിങ് വോൾട്ടേജ് അല്പം കൂട്ടിക്കൊടുത്താൽ ഓട്ടോ ട്രാൻസ്ഫോമറിൽ പ്രൈമറി വോൾട്ടേജ് നമുക്ക് സ്റ്റേബിൾ ആക്കി നിർത്താൻ വേണ്ടിയും നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും. അപ്പോൾ അതാണ് നിങ്ങൾ ഓട്ടോ ട്രാൻസ്ഫോമർ കാണുന്നത്. ഓട്ടോ ട്രാൻസ്ഫോമറിനും 2 പോയിന്റ് നിങ്ങൾ കാണുന്നുണ്ട്. സിംഗിൾ ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമറാണ്. ഒരു പോയിന്റ് റെഡാണ്, മറ്റേ പോയിന്റ് ബ്ലാക്ക് ആണ്. അപ്പോൾ ഫേസ് ആണ് എപ്പോഴും റെഡിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ട് ഇൻപുട്ട് ട്രാൻസ്ഫോമറിൻ്റെ റെഡ് പോയിന്റിലേക്ക് കൊടുക്കേണ്ടത്. ബ്ലാക്കിൽ നിന്നും കണക്ഷൻ എടുത്തിട്ട് ഇൻപുട്ട് ട്രാൻസ്ഫോമറിൻ്റെ ബ്ലാക്ക് പോയിന്റിലേക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഏത് എക്സ്പെരിമെൻറ്റ്സിലും നമ്മൾ മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റീസ്, ഒന്ന് വോൾട്ടേജ് മെഷർ ചെയ്യേണ്ടതായിട്ട് വരും. വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മൂവിങ് അയൺ വോൾട്ട് മീറ്റേഴ്സാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് റേഞ്ചിലുള്ള വോൾട്ട് മീറ്റേഴ്സാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ കറണ്ട് മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അമ്മീറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ഏത് റേഞ്ചിലുള്ള മീറ്റർ വേണമെന്ന് സെലക്ട് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റിയും പ്രൈമറി വോൾട്ടേജും കണക്കാക്കിയിട്ടാണ് പ്രൈമറിയിൽ റേറ്റിംഗ് കറണ്ട് നമ്മൾ തീരുമാനിക്കുന്നത്. ഇവിടെ നമ്മൾ 2 kVA സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറിയിലെ മാക്സിമം കറണ്ട് എത്രയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കാവുന്നതാണ്. 220 വോൾട്ടാണ് പ്രൈമറി വോൾട്ടേജ് എങ്കിൽ ഇതിൻ്റെ മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് 2 kVA 2000 ഡിവൈഡഡ് ബൈ 220 അതായിരിക്കും ഇതിൽ വരുന്ന പ്രൈമറിയിൽ വരുന്ന മാക്സിമം കറണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു എക്സ്പെരിമെൻ്റ് നടത്തുമ്പോഴും അതിൻ്റെ റേറ്റിംഗ് കണ്ടുപിടിച്ച് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വോൾട്ട് മീറ്ററും അമ്മീറ്ററും സർക്യൂട്ടിൽ യൂസ് ചെയ്യണം. അപ്പോൾ അതുകൂടാതെ മറ്റൊരു മീറ്റർ നിങ്ങളിവിടെ കാണുന്നത് വാട്ട് മീറ്ററാണ്. വാട്ട് മീറ്റർ സർക്യൂട്ടിലെ പവർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത് നമ്മളൊരു ട്രാൻസ്ഫോമർ, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ പരിചയപ്പെട്ടു, ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ, വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ. ഇതേപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമർ ഓൺ ലോഡ് ടെസ്റ്റ്, നമുക്ക് സർക്യൂട്ടിൽ ആവശ്യമായ ലോഡ് കൊടുക്കുന്നതിന് വേണ്ടി റിയോസ്റ്റാറ്റിക് ലോഡ്, നമ്മൾ കൂടുതലായിട്ട് റിയോസ്റ്റാറ്റ്സ് ആഡ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി ലോഡ് വേരി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റെസിസ്റ്റീവ് ലോഡ് ആഡ് ചെയ്യുന്നൊരു ബാങ്കാണ് ഇപ്പോൾ നിങ്ങൾ സർക്യൂട്ടിൽ കാണുന്നത്. അപ്പോൾ ഇത്രയും എക്യുപ്മെൻറ്റ്സ് നിങ്ങൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾക്ക് ട്രാൻസ്ഫോമറുമായിട്ട് ചെയ്യുന്ന വേരിയസ് എക്സ്പെരിമെൻറ്റ്സ് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ.